ഹലോ ഗായ്സ്. അപ്പോൾ നമുക്കിന്ന് ഒരു പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ടൻ കറി, ഒരു ചോറ് കറി എന്ന് പറഞ്ഞുകൂടാ, നമുക്കൊരു പിന്നെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുറുമ. വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ അതുപോലെ വെണ്ടക്ക, ഈ രണ്ട് സാധനങ്ങൾ. ഒരുപാട് വെണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇന്നലെ എയർ ഫ്രയറിൽ വെണ്ടക്ക തീയലുണ്ടാക്കി. അപ്പോൾ അതാദ്യമായിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു. അത് വിജയിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അതൊരു ക്രിപ്സി മോഡലായിട്ടുള്ള നല്ലൊരു ഇതായിരുന്നു. വൈകുന്നേരം ഞാനത് അവിടെ മോൾക്ക് വെച്ചപ്പോൾ അത് അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് അതൊരു തണുത്ത്, അത് ചൂടോടെ നമ്മൾ ഉണ്ടാക്കിയപ്പം ക്രിപ്സി ഐറ്റംസൊക്കെ ചൂടോടെ കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനിങ്ങനെ എന്താ പറയുക, കുറേ നമ്മുടെ യൂട്യൂബ്സിലുള്ള കുറേ കൂട്ടുകാരൊക്കെ അവരുടെ ലൈവിലൊക്കെ പോയി കുറേ നേരം പോയി. അപ്പം ബാക്കിയുള്ള പണികളൊക്കെ ഇപ്പോഴാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ചോറ് വെക്കേണ്ട ടെൻഷനേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് നന്ദി നമ്മുടെ ജാക്സൺ കുക്കറോട് പറയാം. ജാക്സൺ കുക്കർ ഞാൻ പറഞ്ഞല്ലോ, ഒരു പിന്നെ ഒന്നിനും പറ്റാണ്ട് ഏതോ ഒരു കോർണറിൽ, അതായത് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ബർത്തിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ സൈഡിലൊക്കെയല്ലേ ഇടുക, നമ്മൾക്ക് വേണ്ട ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നത്, നമ്മുടെ യൂട്യൂബിന് നന്ദി പറയുന്നതുകൊണ്ട് ഞാൻ പറയാം. യൂട്യൂബിൽ ഓരോരോ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോസ്, അവർ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒരുപാട് ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് മാറുന്നുണ്ട്. എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ജാക്സൺ കുക്കർ ഞാൻ എന്താ പറയുക ഉപയോഗിക്കാണ്ടിട്ട്, അത് ഞങ്ങൾക്ക് ആദ്യം അതിനെ പറ്റിയിട്ട് അത്ര അറിവില്ലാത്തത് കൊണ്ടോ എന്തോന്നറിയില്ല, ഒരു എന്തോ ഒരു പരസ്യം കണ്ട് ആഗ്രഹത്തിന്മേൽ ഒരിക്കൽ വാങ്ങി, പിന്നെ അത് ഇങ്ങനെ ഇട്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ എല്ലാം സമയം ലാഭിക്കുന്നത്, എനിക്കിപ്പോൾ ചിലപ്പോൾ ഞാൻ 2 മണിക്കൊക്കെയാണ് ഈ നമ്മളിപ്പം യൂട്യൂബിൻ്റെ ഓരോരോ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലവണ്ണം പഠിച്ചിരിക്കണം. സാധാരണ ഒരു കുട്ടിക്കളി പോലെയല്ല ഈ സംഭവം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പിന്നെ അതിലുള്ള ഓരോരോ കാര്യങ്ങൾ അപ്ഡേഷൻ ആയിക്കോട്ടെ, ഓരോരുള്ള അന്നത്തെ ഓരോരോ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇപ്പം പഠിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നാളെ വലിയ മില്യനറി ആയിട്ട് മാറാനൊന്നും അല്ല. പക്ഷേങ്കിൽ നമുക്ക് ഒരു എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒരു നമ്മൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും ഇതിനെ കൊണ്ട് പറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും അന്ന് ഓരോരോ ദിവസം നമ്മളിപ്പോൾ ഇതിലൂടെ യൂട്യൂബിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. അനലൈസ് ആയിക്കോട്ടെ, അതുപോലെ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാനിപ്പോഴാണ് പഠിക്കുന്നത്. അതുപോലെ ലൈവ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഓരോരുത്തരാളെ പിന്ന് ചെയ്യുന്നു, അതുപോലെ എന്താ പറയുക ബ്ലൂ കൊടുക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക എന്നല്ലാണ്ട് എന്താ അത് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാൻ ഒന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനതൊക്കെ മനസ്സിലാക്കി പഠിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് തലങ്ങളുണ്ട് അതിൽ. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മളൊക്കെ ഇതിലൊരു ചെറിയൊരു ശിശുക്കളായിട്ടാണ് ഉള്ളത്. അപ്പോൾ വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ ഇതിലുണ്ട്. അങ്ങനെ ഓരോരോ ഗുരുക്കന്മാരെയും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം നല്ലൊരു ഇതിൽ ടീച്ചർ അമ്മയുണ്ട്, അതുപോലെ താത്തയുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ. അതുപോലെ നമ്മുടെ മൽഹാർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എന്താ ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറിയേ, എനിക്ക് പെട്ടെന്നുള്ള ഇതിൽ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഒന്നിനൊന്നുള്ള എല്ലാ ആൾക്കാരും ഇതിൽ നല്ല ഒരു സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. പിന്നെ നമുക്ക് എന്നാൽ ഇന്നത്തെ വേഗം തട്ടുതളിപ്പൻ കറിയിലേക്ക് പോകാം. അപ്പോൾ അത് കാണിക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ ഞാനിപ്പം ഇതാ ഉള്ളി ഇങ്ങനെ സ്ലൈസാക്കി മുറിച്ചതുണ്ട്. 2 ഉള്ളിയാണ് ഇത്, സവാള. അപ്പോൾ ഇത് വെണ്ട, ഇതാ ഈ വെണ്ട ഇപ്പോൾ ഒരു 4 വെണ്ട ഉണ്ടാവും. അതിൽ തന്നെ പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ക്യൂബ് കഷ്ണമായിട്ട്, അതായത് നമ്മുടെ നല്ല ഒരു ഇങ്ങനെ ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ഇടത്തര ഉരുളക്കിഴങ്ങ്. ഓക്കെ. അപ്പോൾ പാന് വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടാകുന്നുണ്ട് പാന്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്.
കുറച്ചും കൂടി ഒഴിക്കാം അല്ലേ. നമുക്ക് ഇപ്പോൾ പിന്നെ എന്താ പറയുക, തേങ്ങ അരക്കാനൊന്നും ഇപ്പോൾ ടൈമില്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി വന്ന് പെട്ടെന്ന് ചോറിൻ്റെ സമയമൊക്കെ ആയാലും തേങ്ങ ഇപ്പം അരക്കാനൊന്നും ടൈമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ജാക്സൺ കുക്കർ ഉണ്ടെങ്കിലും റെഡിയാണ്, പെട്ടെന്ന് ചോറാവും അതിൽ. അതുപോലെ കറി ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരാൾക്കല്ലാന്നെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് മതി, 2 വേണ്ടേ മതി. അപ്പോൾ അതാകുമ്പോൾ വേഗം പരിപാടി കഴിയും. ഇങ്ങനെയാകുമ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൽ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെന്ത് ചെയ്യുക, മഞ്ഞൾപ്പൊടി, ചെറിയ 2 സ്പൂൺ മഞ്ഞളിട്ട് എടുത്ത് നല്ലോണം ഇളക്കുക. എല്ലാം ഒരു സെറ്റായി വരുന്നുണ്ട്. ഇനി 1 മിനിറ്റ് നേരം ചെറിയ സിമ്മിട്ടിട്ട് ചെറിയ തീയിൽ ഒന്ന് ഇങ്ങനെ വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ എന്താ പറയുക, ആ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും ഉള്ളിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ഉപ്പും എല്ലാം ഒന്ന് മിക്സിങ് ആയിട്ട് വരും. അപ്പോൾ ഇതിലുള്ള മസാല മഞ്ഞൾപ്പൊടിയാണ്, വേറെ ഒന്നും വേണമെങ്കിൽ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഞാനിപ്പം അതായത് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലേവറായിട്ടുള്ള നമ്മളിപ്പോൾ എന്താ പറയുക ഒറിഗാനോ പൊടി, അങ്ങനെ എന്തെന്നാ നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അതൊക്കെ വെച്ചൊന്ന് ടേസ്റ്റ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.